ഹലോ ഗൈസ്, ഇറ്റ്സ് മുനീർ. വെൽക്കം ടു മുനീർസ് ഫുഡ് വേൾഡ്. ഇന്ന് വീട്ടിൽ നോക്കുമ്പോൾ സാധനങ്ങളൊന്നുമില്ല, എല്ലാം കാലിയായിട്ടല്ലേ. കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്കൊരു ഉപ്മാവ് ഉണ്ടാക്കാം. സിമ്പിളായിട്ടുള്ള ഉള്ള സാധനം കൊണ്ടൊരു ഉപ്മാവ്. ഉപ്മാവിന് കറിവേപ്പില വേണ്ടല്ലോ, കറിവേപ്പില ഇല്ല കേട്ടോ. അപ്പോൾ അതിനൊരു കുറച്ച് മല്ലിച്ചപ്പിടാം. നമുക്കൊന്നല്ലേ സ്റ്റാർട്ട് ചെയ്താലോ? വാ നോക്കാം. വീട്ടിൽ ചെറിയൊരു ക്യാരറ്റ് ബാക്കിയുണ്ടായിരുന്നു, അത് ചെറുതായി മുറിച്ചത്, ഒരു ഉള്ളിയുടെ പകുതി ചെറുതായി മുറിച്ചത്, 2 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, ഇഞ്ചി ചതച്ചതും. നമുക്കിനി പാത്രം എടുത്ത് ഒരു ഗ്ലാസ് റവയാണ് ഇവിടെ ഒരു പാനിലോട്ടിട്ട് നന്നായി വറുത്തെടുക്കാം. റവ വറുത്തതാണേലും അല്ലേലും നമുക്ക് ഒന്നുകൂടി വറുത്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായി ചൂടാക്കി വറുത്തതിന് ശേഷം മാറ്റി വെക്കണം. കളറൊന്നും മാറാൻ നിൽക്കണ്ട. ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടേബിൾ സ്പൂൺ ഗീ. ഇനി ചൂടായതിന് ശേഷം കടുവിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഉഴുന്ന് പരിപ്പ്, ഇനി ചെറുതായി മുറിച്ച ഉള്ളിയും ഇട്ട് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് ചെറുതായി മുറിച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി ഇഞ്ചി ചതച്ചത്, ക്യാരറ്റ് ചെറുതായി മുറിച്ചത്, കാഷ്യൂ നട്ട്സും കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ 1 ഗ്ലാസ് റവക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇത് എനിക്ക് നല്ല കറക്റ്റായിട്ട് വന്നിരുന്നു. എല്ലാവരും അധികം ആളും ഉണ്ടാക്കുന്നതായിരിക്കില്ല. ഇതിന് പ്രത്യേക വെറൈറ്റി സാധനം എന്നല്ല, എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഈ രീതിയിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് വറുത്ത് വെച്ച റവ അതിലോട്ടിടാം. അതിനു മുമ്പ് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് മറന്നു പോയത് പറയാൻ. ഈ മല്ലിച്ചപ്പും ഇടാൻ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇനി വറുത്ത് വെച്ച റവ നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിടാൻ പാടില്ല. റവ കുറച്ചിടുക, ഇളക്കുക. പതുക്കെ കുറച്ചിടുക, ഇളക്കുക. വീണ്ടും കുറച്ചിടുക, ഇളക്കുക. വീണ്ടും ഇടുന്നു, ഇളക്കുന്നു. കുറച്ചിടുന്നു, ഇളക്കുന്നു. പതുക്കെ ഇടുന്നു, ഇളക്കുന്നു. അങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾ റവ ഏകദേശം തീർന്നു. ഇനി നന്നായി ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടച്ചു വെക്കുന്നു, ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇനി 5 മിനിറ്റ് ആ ആവിയിൽ തന്നെ അങ്ങ് വെന്തോളും. അതിനുശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നാളെ ഉപ്മാവ് നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല, എന്നാലും ഈ ടൈപ്പിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. കറിവേപ്പിലയും കൂടി ഇട്ടോ, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. കറിവേപ്പിലയും കൂടി ഇട്ടാൽ ടേസ്റ്റ് മാറും. കറിവേപ്പില ഇല്ലാന്ന് കൊണ്ട് ടേസ്റ്റ് കുറവൊന്നുമില്ലേ. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. മാഷാല്ലാ, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, അടിപൊളി ഉപ്മാവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എപ്പടി